നമുക്കിന്ന് ഒരുമിച്ച് നല്ലൊരു സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കിയെടുത്താലോ? എനിക്ക് തോന്നുന്നു പാലപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് എല്ലാവരും ഒരുപോലെയാണെങ്കിലും നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്കപ്പോൾ സിമ്പിളായിട്ട് ഏറ്റവും സോഫ്റ്റായിട്ട് എങ്ങനെ നല്ലൊരു അപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ അരി ജീരകശാല അരിയാണ് കേട്ടോ. മറ്റേത് അരി ഉപയോഗിച്ചിട്ടും നമ്മൾ അപ്പം തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ട് കിട്ടും നമ്മൾ ജീരകശാല റൈസ് ഉപയോഗിച്ചിട്ട് അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി നിങ്ങളുടെ കയ്യിൽ ജീരകശാല റൈസ് ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും നിങ്ങൾ ആവശ്യത്തിനുള്ള സമയം കുതിർത്തി വയ്ക്കുക. അതായത് ഞാൻ ആവശ്യത്തിനുള്ള സമയം എന്ന് പറഞ്ഞത് നിങ്ങൾ എടുക്കുന്ന പച്ചരി ഏത് ബ്രാൻഡാണ് അതിനനുസരിച്ച് നമ്മൾ എത്ര സമയം കുതിർത്തി വെക്കേണ്ടി വരും എന്ന് തീരുമാനിക്കുക. ഞാനിവിടെ ഈ അരി 1 മണിക്കൂർ കുതിരാൻ വെക്കുന്നുണ്ട്. അരി കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അരി നഖക്കെ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരി കുതിരാൻ വെക്കുകയാണ്. ഇനി ഞാൻ ഈ അരി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അരി 2-3 തവണ കഴുകിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ അരി മാത്രമായിട്ടില്ല ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ്. തേങ്ങ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചോറ് 1/4 കപ്പ് ആവശ്യമുണ്ട്. പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം ചെറുചൂട് വെള്ളമാണ്. ചെറുചൂട് വെള്ളം എന്ന് പറയുമ്പോൾ ഇത് തിളച്ച വെള്ളമല്ല. വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ് ഉണ്ടാവില്ല, അതൊന്നും മാറിയിട്ടുള്ളൂ. ആ ലെവലിലുള്ള ഒരു ചെറുചൂട് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി പറയുന്നു, ചെറുചൂട് വെള്ളം എന്ന് പറയുമ്പോൾ തിളച്ച വെള്ളമല്ല, വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് മാത്രം മാറിയിട്ടുള്ളൂ. ആ ഒരു ലെവലിലുള്ള 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ ഉപ്പ്, അത് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് വേറെ പ്രത്യേകം പൊന്താനൊന്നും വെക്കുന്നില്ല. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ആദ്യം നമുക്ക് ഈ ചെറുചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടിയും ആവശ്യമായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഈസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് അടിച്ചാൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഈ അടിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഇപ്പോൾ കഴുകി വെച്ചേക്കുന്ന നമ്മളുടെ അരി ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് മിക്സിയിൽ അടിച്ചാൽ മതിയാകും. പക്ഷെ നമ്മൾ ഈ ഈസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ 1 മിനിറ്റ് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ കഴുകി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ചിരകി വെച്ചേക്കുന്ന 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ചോറ് പിന്നെ നിങ്ങൾ ഏത് അരിയുടെ ചോറാണോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ അരിയുടെ ചോറ് എടുക്കാൻ കേട്ടോ, പ്രശ്നമില്ല. ഇനി നമുക്ക് 1/4 കപ്പ് ചെറുചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് നമ്മൾ 2 കപ്പ് അരിയിലേക്ക് ഏകദേശം 1/4 കപ്പ് വെള്ളമൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതും ഒരു ചെറിയ ചൂടുവെള്ള വെള്ളം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ
തരികളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ അപ്പം സോഫ്റ്റ് ഇല്ലാത്ത വരുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെ അരയ്ക്കുമ്പോൾ മാവ് നല്ല പോലെ അരഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും അപ്പം സോഫ്റ്റ് ഇല്ലാണ്ടായി മാറാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അരയ്ക്കുമ്പോൾ നല്ല പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം മാവ് നല്ല പോലെ അരഞ്ഞിട്ടില്ല എന്നുള്ളത്. അരഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ 1-2 മിനിറ്റും കൂടി വെച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. അതായത് വെള്ളം അധികമാവാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. അപ്പോൾ അപ്പത്തിനൊക്കെ ഒരു കണക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലുള്ള മാവായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ മാവ് നമ്മൾ ചുരുങ്ങിയത് 8 മണിക്കൂർ വെച്ചിട്ട് ഒന്ന് പൊന്തി കഴിയുമ്പോൾ മാവ് ഒന്നും കൂടിയും ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുക്കുമ്പോൾ തന്നെ അതിനുള്ള ഒരു ഇത് കണ്ടിട്ട് വേണം നമ്മൾ മാവ് എപ്പോഴും തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ ഇതൊന്ന് മൂടി വയ്ക്കാം. 6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് പൊന്തി തുടങ്ങും. എന്നാലും ഞാനൊരു 8 മണിക്കൂർ സമയം പറയുന്നതാണ്. അതായത് നിങ്ങളുടെ ചിലപ്പോൾ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയൊക്കെ ആവും. ഇപ്പോൾ ഒരു 8 മണിക്കൂർ ആയപ്പോൾ മാവ് ഇതേപോലെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ കോരി അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് ഒരിക്കലും സോഫ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അപ്പച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചുറ്റിച്ച് എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് ഞാൻ പറഞ്ഞു മാവ് പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് കട്ടിയാവുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടി മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കുക. നമുക്ക് നല്ലപോലെ കുറുകിയിരിക്കുകയാണെങ്കിൽ നമുക്കിത് 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർക്കാം. ശ്രദ്ധിക്കുക, ഇപ്പം ചേർക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കട്ടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഒരു ലെവലിലൊക്കെ ആണെന്ന് വെച്ചാൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളുടെ അപ്പച്ചട്ടിയിൽ ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. ഞാനിപ്പോൾ ഓരോ തവി അപ്പച്ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്ന വെള്ളം എപ്പോഴും ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അപ്പച്ചട്ടിയിൽ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ മൂടി വെക്കരുത്. നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഓരോരോ ഹോൾസായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങും. ആ ഹോൾസ് നമുക്ക് ഒരുവിധമൊക്കെ വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചാൽ മതി. അതായത് നമ്മൾ മാവ് ഒഴിച്ച് ചുറ്റിച്ച ഉടനെ തന്നെ നമ്മൾ മൂടി വെക്കരുത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഇതേപോലത്തെ ഹോൾസ് കിട്ടിയെന്ന് വരും. പാലപ്പം എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഹോൾസുള്ള ഒരു അപ്പമാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരിക. നമ്മൾ ഇതൊന്ന് ഹോൾസ് വന്നതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ചാൽ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാ അപ്പവും ഇതേപോലെ ചുട്ടെടുക്കുക. പിന്നെ നിങ്ങൾ ഓരോ തവണ അപ്പം ഉണ്ടാക്കുമ്പോഴും ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ആദ്യം മാവ് പൊന്തി കഴിഞ്ഞപ്പോൾ നമ്മൾ മാവ് ഇളക്കി കൊടുത്തു. ഇനി നിങ്ങൾ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഓരോ തവണ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ ഹോൾസ് ഒന്നായിട്ട് കിട്ടില്ല നമുക്ക്. നമ്മൾ ഇനി മേലെന്ന് മാത്രം കോരി ഒഴിക്കുക ഓരോ തവണ ചുടുമ്പോഴും. അല്ലെങ്കിൽ നമ്മൾ ഓരോ തവണ എടുക്കുമ്പോഴും നമ്മളിങ്ങനെ മാവ് ഇളക്കി കൊടുത്തിരുന്നാൽ നല്ല പെർഫെക്റ്റ് അപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ തവണ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. പിന്നീട് നമ്മൾ മേലെന്ന് കോരി ഒഴിച്ചിട്ട് ഓരോ തവണയും ചുട്ടെടുക്കുക. നല്ല തണുപ്പുള്ള സമയമാണ്, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ AC ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സമയമൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മളുടെ മാവ് പൊന്തി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അടഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മൾ വേണമെങ്കിൽ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് തൽക്കാലം മാവ് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടതിനും അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും